ടു എ ന്യൂ വ്ളോഗ് ഓഫ് തിങ്ക് ആൻഡ് ടോക്ക്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു മൈസൂർ ട്രിപ്പാണ്. പ്രത്യേകിച്ച് ഒരു ഐറ്റിനറി ഇല്ലാതെ വളരെ മിനിമൽ ബഡ്ജറ്റിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു ട്രിപ്പാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഒരുപാട് പ്രാവശ്യം നമ്മളെല്ലാവരും പോയിട്ടുള്ള സ്ഥലമാണ് മൈസൂർ. പക്ഷേ ഓരോ പ്രായത്തിൽ ഓരോ സ്ഥലം നമ്മൾ കാണുമ്പം നമ്മളതിനെ കൺസീവ് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. സോ ഞങ്ങളുടെ കണ്ണിലൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു മൈസൂർ ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിക്കറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുലർച്ചെ ഒരു 2:15-2:30 ആ ഒരു സമയത്താണ്. ആൻഡ് നെക്സ്റ്റ് ഒരു 8-8:30 ആകുമ്പോഴത്തേനും നമ്മൾ മൈസൂർ എത്തുന്നുണ്ട്. സോ ഇനി ഈ വ്ളോഗിൽ അധികം വോയിസ് ഓവേഴ്സ് ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഈ നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കണ്ട് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദി മൈസൂർ വ്ളോഗ് ആയിരിക്കും ഈ ഒരു വീഡിയോ. വൃന്ദാവനം കണ്ടെത്തത് ഞാനാണ്, അതിനുള്ള ബലം നൽകിയത് ഞങ്ങളാണ്. ഞാൻ അവസാനത്തെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് രാധേ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കൃഷ്ണ. പൊഴുത് ഓടിയിട്ട് എന്നാ പറഞ്ഞോളൂ. നിങ്ങൾ ആ കുതിരവണ്ടിയെ കാണുന്നുണ്ടോ? ഹലോ. അപ്പൊ നമ്മളിപ്പോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്, പുറത്തേക്ക് കറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന്റെ പേരെന്തായിരുന്നു? ഹോട്ടൽ പ്രൈഡിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ആദ്യം പോവാൻ വിചാരിക്കുന്നത് മൈസൂർ സൂവിലേക്കാണ്, പിന്നെ മൈസൂർ പാലസ്, പിന്നെ ചാമുണ്ടേശ്വരി ക്ഷേത്രം, പിന്നെ വൃന്ദാവൻ ഗാർഡൻ. ഇതൊക്കെ കവർ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പൊ പറ്റുന്ന പോലെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കവർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. നമുക്ക് പോവാം. എടാ മുടിക്ക, ക്യാമറ അപ്പുറത്താണ് എന്ന് വെച്ചാൽ ഫോൺ തിരിച്ചായിരുന്നു വെക്കേണ്ടത്. അപ്പൊ നേരത്തെ നീ എടുത്ത വീഡിയോ എങ്ങനെയാണ് ഉള്ളത്? കടന്നു വരൂ. ആരാണ് ഇതിനുള്ളിലുള്ളത്? കുട്ട പോസ്റ്റ് ചെയ്യടാ, ചിറക് വിരിക്കടാ. നിന്നെ കണ്ടത് ചെറുക്ക് താഴ്ത്തുന്നുണ്ടോടാ? ഗൈസ്, നിങ്ങൾക്കറിയാമോ ഞാനിവിടെ വന്നിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ നീ ഓർക്കുന്നുണ്ടോ? ഞാൻ കാണിക്കാം. ഞാനിവിടെ വന്നിട്ടുണ്ട് 6-ലോ 7-ലോ പഠിക്കാൻ. അന്ന് ഇത്ര എൻജോയ് ചെയ്തതായി ഞാൻ ഓർക്കുന്നില്ല. കുത്തട്ടെ, അടുത്ത് വന്ന് ഈ കുത്തി നോവിക്കട്ടെ. ഇതേ നന്നായിട്ട് പോസ്റ്റ് ചെയ്തിരുന്നുണ്ട്. ഞാനിവിടെ ഉണ്ട് കേട്ടോ. കുളിക്കാണ്, അതിന്റെ കുളിസീൻ കാണാൻ കുറെ എണ്ണം. എന്തിനാ നിങ്ങളിങ്ങനെ കുളിസീനൊക്കെ ഫോക്കസ് ചെയ്യുന്നത്? പ്രൈവസി കൊടുക്കുക. അച്ഛോ, കുളിച്ചതും പാടില്ല. നടക്കോ ഇതൊക്കെ ഇത് നടക്കുകയാണോ? ആരാണു നീ? ആരാന്നറിയോ? ആര്? എന്റെ അതില്ല. അത് ഞാനൊക്കെ എന്തടാ സ്നേഹാടാ. ഏയ് അർച്ചനറിയോ? ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ ജക്കൂസി ഉണ്ടെന്ന് പറഞ്ഞ ഒരു പറ്റിച്ചടാ. ജക്കൂസി ഉണ്ടായിരുന്നു, എന്നിട്ട് അവരെന്തുണ്ടാ തന്നില്ല. ഞാൻ അത് കണ്ടാ ബുക്ക് ചെയ്തേ. ഞാൻ എന്തുമാത്രം സ്വപ്നം കണ്ടു. പറ്റിക്കപ്പെട്ടത്. ജക്കൂസി കിടന്നിങ്ങനെ കുളിക്കുന്നത്. അവിടെ ഒന്നും നോക്കില്ല. അവിടെ ആരാണുള്ളത്? ഇതിന് എല്ലാത്തിനും കണ്ടേ പോകാൻ പറ്റുന്ന വല്ല നിയമമുണ്ടോ? 100 രൂപ മുതലുണ്ട്. ിരിക്കുന്നത് ആരവൻ കൃഷ്ണ പരുന്ത് എന്ന് 2-3 വയസ്സുണ്ട്. ഞാൻ വിചാരിച്ചു പരുന്തിന്റെ ഇടയിലും ബ്രാഹ്മിൻസ് നോർമൽ പരുന്തതാ അവിടെ, കൃഷ്ണ പരുന്തതാ അപ്പുറത്ത്. அங்க என்ன இருக்கு தெரியாது, போய் നോക്ക്. இங்க வேறொரு பச்சி இருக்கு. കുത്തുണ്ടേ മലയാളി? പക്ഷി വലിയ ചെറുതുള്ള പക്ഷി. ഇങ്ങനെ ഇത് നോക്ക്. നോക്കർച്ചു.
ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ടല്ലേ ശരിക്കും കാണാൻ. ഹർഷ ചെയ്ത കുട്ടീനെ തള്ളി സുന്ദരിയാ സുന്ദരി. സുന്ദരിയാണ്. കളർഫുൾ ആണ്. നോക്ക്. എന്നെ പോലെ ആഞ്ജനേയ സ്വാമി. ഈ അശ്ലീലത്തിലേക്ക് ഒളിഞ്ഞു നോക്കരുത്. എന്ത് കുൽസിതാണ് എനിക്ക്. അവരുടെ സ്വകാര്യ നിമിഷങ്ങളെ എന്തിനു നീ അപഹരിക്കുന്നു? കണ്ട അകന്നിരുന്ന് നീ വന്നതും അകന്നിരുന്നു. അതെ നീ മലയാളികൾ ഇങ്ങനെയാ. ഓ മാണിക്യം പഴുക്ക എടുത്തു വച്ചേ വേറെ കുറെ മൃഗങ്ങൾ വരാൻ. ആഞ്ജനേയ സ്വാമി. എനിക്കൊരൊറ്റ ക്യാമറ ഉള്ളൂ. അവൾ താല്പര്യ കക്ഷിയൻ. അവൾ വായി നോക്കണേ. ഷുഗർ റേഡിയോ തപ്പ്. ഇതൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇവക്കൊരു ഷുഗർ ഡാഡിയെ തപ്പുക. അത്രക്ക് സ്നേഹമൊന്നും വേണ്ട. സ്നേഹമുണ്ട്. തത്ത ഇതില് തന്നെ ഞാൻ ഇവക്കായി സമ്മാനിക്കും. പിന്നെ എടാ ഞാൻ ആദ്യമായിട്ട് ഈ സൂല് വന്ന സമയത്ത് ഞങ്ങളെ കൂടെ വന്ന അങ്കിളിനെ പിന്നാലെ നടന്ന് മയില് കൊത്തിയിട്ടുണ്ട്. ബി വെരി കെയർഫുൾ. അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഞാൻ പിന്നെ വരാം. ഏകാന്തതയുടെ അപാര തീരം അടിച്ചു നിൽക്കുന്ന ഒരു മയിൽ. വിജയമുണ്ട് ദാടാ ഇത്ര അടുപ്പത്തിന് കണ്ടില്ല. മയിൽ ഇസ് ഗുഡ് അറ്റ് ഓടിക്കൊത്തി. എന്താ ഒറ്റയ്ക്ക് നടക്കുന്നേ? കോപ്പിറൈറ്റ് ആയിട്ട് കിട്ടോ. തിരുവനന്തപുരം സൂല സിംഹങ്ങളുടെ പേര് ഒന്ന് കാർത്തി, ഒന്ന് ഗ്രേസ്. ആർക്കെങ്കിലും ഈ സൂനെ പറ്റി എന്തെങ്കിലും അറിയുമോ? ഈ സൂനെ പറ്റിയുള്ള ഹിസ്റ്ററിക്കൽ സാധനങ്ങൾ ഹർഷ ഋഷികേഷ് വോയിസ് ഓവർ ചെയ്യുന്നതാണ്. അതെ. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. നിധി എപ്പോഴും പറയും ലേനശ്രീ കുളിച്ചെന്ന സിംഹവാരം കുരങ്ങനെ പോലെയാണ്. ഗൊറില്ല ഇത് കിങ്കോങ്. അവിടെ ഇരുന്ന് മനസ്സമാധാനത്തോടെ തിന്നാണ്. വി ലവ് യു ഹർഷു. പയ്യെ ഫുഡ് കഴിച്ചാൽ മതി കേട്ടോ. അയ്യടാ